അമ്മയ്ക്ക് സന്തോഷമായി. കാരണം ഇത്രയും നാളുകൊണ്ട് 6 മാസം സമയം വീട്ടിൽ ചോദിച്ചിട്ടാണ്, നിർബന്ധം പിടിച്ചാണ് ഞാനായിട്ടാണ് സഹകാരിയിലേക്ക് വരുന്നത്. എനിക്ക് ആ ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പറഞ്ഞ 6 മാസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ അമ്മയുടെ ആയി കൊടുക്കാൻ പറ്റി. നമുക്ക് ഫിനാൻഷ്യലി ഉള്ള ഒരു പ്രശ്നം നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ അറിഞ്ഞു വരുന്നത് കൊണ്ട് ട്യൂഷൻ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് അന്ന് എന്നെ കൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം പിന്നെ എൻ്റെ പഠനത്തിനുള്ള പൈസയും കാര്യങ്ങളും കോച്ചിങ് സെന്ററിൽ കൊടുക്കാനുള്ള പൈസയെല്ലാം ഞാൻ ഇതിൽ നിന്നാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. സഹകാരിയുടെ CSCB ഓഫ്ലൈൻ ഓരോരോ ചുണക്കുട്ടികളായി നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിനീതയാണ്. വിനീത കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണെങ്കിലും സഹകാരിയുടെ ഓഫ്ലൈനിലേക്ക് ചേക്കേറി 4 മാസത്തെ പഠനം കൊണ്ട് തന്നെ CSCBയിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പം നിലവിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് കരിന്തോട്ടുവ സഹകരണ ബാങ്കിൽ. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? അവിടെ 6ാമത്തെ റാങ്ക് ആയിട്ട് ഇപ്പോൾ ജോലി പ്രവേശിച്ച വ്യക്തിയാണ്. നമ്മൾ ഓരോ ആൾക്കാരുടെ സ്റ്റോറിയിലും ഓരോരോ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായിരിക്കും. വിനീതയെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് ഉള്ള അറിവ് വെച്ച് പറയുകയാണെങ്കിൽ സെൽഫ് മെയ്ഡ് വുമൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണമുണ്ട്. കാര്യം നമ്മൾ ഓരോ പ്രോബ്ലംസ് ആണ് നമ്മളെ നിർവചിക്കുന്നത്, അല്ലേ മോളെ? നമ്മൾ ഓരോരോ ജീവിത സാഹചര്യത്തിൽ വരുന്ന ഓരോ പ്രോബ്ലംസ് ആണ് നമുക്കൊരു നിർവചനം തരുന്നത്. അത് നമ്മളെ ഇതുപോലെ മോൾഡ് എടുക്കുന്നതിൽ എത്രത്തോളം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്? ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെ അമ്മയും ചേട്ടനും അമ്മൂമ്മയാണ് ഉള്ളത്. അച്ഛൻ കൊച്ചിലെ മരിച്ചു. 12 വയസ്സുള്ള സമയത്ത് അച്ഛൻ മരണപ്പെട്ടിരുന്നു. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിലെ അമ്മയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി ഉള്ള ഒരു പ്രശ്നം നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ അറിഞ്ഞു വരുന്നത് കൊണ്ട് ഒരു ജോലി എന്നുള്ളത് അത്യാവശ്യമാണെന്ന് പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട് അപ്പം നമ്മൾ ആ ഒരു സമയം കൊണ്ട് സമയം ഒരുപാട് കളയാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് പിന്നെ BCom ആയിരുന്നു പഠിച്ചത്. BCom പഠിച്ചതിന് ശേഷം പിന്നെ ആ ഇതിൽ തന്നെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷമാണ് 2 വർഷത്തോളം BCom കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ആശയം തന്നാരാ? അത് ബ്രദർ BCom ആയിരുന്നു. ഞങ്ങള് എല്ലാരും കൊമേഴ്സ് ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. അപ്പം 10th കഴിഞ്ഞിട്ട് 10th 9 A+ ഉണ്ടായിരുന്നു. അപ്പം എല്ലാരും സയൻസ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ എന്നാലും കൊമേഴ്സിനോടായിരുന്നു താല്പര്യം. അങ്ങനെ കൊമേഴ്സ് എടുത്ത് +2 വന്ന് പിന്നെ അതിനുശേഷം ചേട്ടൻ BCom കോർപ്പറേഷൻ എടുത്തത് കൊണ്ട് അതും പിന്നെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും പിന്നെ സയൻസ് മേഖലയിലോട്ട് പോകാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇതില്ലാത്തത് കൊണ്ടും നമ്മള് കൊമേഴ്സ് തന്നെയായിരുന്നു ചൂസ് ചെയ്തത്. അങ്ങനെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെയാണ് നമ്മളെ മോൾഡ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഘടകം അല്ലേ? ആ സമയത്ത് ഇത് അടയ്ക്കൽ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തിരുന്നത്? ഈ പഠനവും ലോൺ അടയ്ക്കലും എല്ലാം അമ്മയുടെ കയ്യില് ഒരു ഇതായിരുന്നു. ആള് പല രീതിയിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല ജോലികളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പിരിവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചിട്ടി പോലെ അതൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ആ സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാല് എനിക്ക് ട്യൂഷൻ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് അന്ന് എന്നെ കൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അത് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10-20 കുട്ടികളോളം വീട്ടില് ട്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ഈവനിങ് ട്യൂഷൻ എടുക്കും. പിന്നെ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ കുറെ നാളോളം ഞാൻ ചെയ്തിരുന്നു. പിന്നെ എന്റെ പഠനത്തിനുള്ള പൈസയും കാര്യങ്ങളും കോച്ചിങ് സെന്ററിൽ കൊടുക്കാനുള്ള പൈസയെല്ലാം ഞാൻ ഇതിൽ നിന്നാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്ന സമയത്ത് ഇതേപോലെ ഒരു പ്രൈവറ്റ് ജോബിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു 1 ഇയർ. പക്ഷെ അവിടെ നിൽക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മള് അത് 15 മണിക്കൂറൊക്കെ ഉള്ള ജോബ് ഉണ്ടായിരുന്നു. നൈറ്റ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ അതിനുശേഷം അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് അപ്പോഴാണ് നമുക്കുള്ള ഒരു ഗവൺമെന്റ് ജോലിയുടെ വില മനസ്സിലാക്കുന്നത് ഒരു പ്രൈവറ്റ് ഫീൽഡ് കയറിയതിനു ശേഷമാണ്. അതുവരെയും പഠിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാല് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഡെഡിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു പ്രൈവറ്റ് ഫീൽഡിൽ പോയപ്പോ എത്രത്തോളം ബുദ്ധിമുട്ട് മനസ്സിലായി. ഒരു ചൂട് വന്നത് അപ്പോഴാണ്. അപ്പൊ അതിനുശേഷം പിന്നെ എല്ലാം കളഞ്ഞ് ഒരു 1 ഇയർ അവിടെ പോയി അതിനുശേഷം ബ്രേക്കായി ഇതിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. അപ്പൊ തിരിച്ചു വരാൻ നേരത്തായിരുന്നു സഹകാരി എന്ന ഓപ്ഷൻ മുന്നിലേക്ക് വരുന്നത് അല്ലേ? ഞാൻ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ട് അങ്ങനെ അവിടെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. അവസാനം വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും വന്നത്. പക്ഷെ വന്നത് വെറുതെ ആയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സഹകാരി വന്നതിന് ശേഷം ഉള്ള മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? മറക്കാൻ പറ്റുന്ന വെച്ചാൽ അവിടുത്തെ ക്ലാസ് ആണ് മെയിൻ ആയിട്ട്. ക്ലാസ് പിന്നെ എക്സാം എടുത്തു പറയേണ്ടത് അവിടുത്തെ എക്സാം ആണ്. കണ്ടിന്യൂസ് നടത്തുന്ന ഈ എക്സാമും പിന്നെ സാറിന്റെ ഒക്കെ റിവ്യൂ അതൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നത്. ആ ഒരു ഈ 2 സംഭവങ്ങളാണ് മെയിൻ ആയിട്ടും പിടിച്ചു നിർത്തുന്നത്. പിന്നെ അവിടുത്തെ റാങ്ക് ഫയലുകൾ നമ്മൾ റിവൈസ് ചെയ്തും പിന്നെ ഇടയ്ക്ക് വെച്ച് എക്സ്ട്രീം ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ചിലേക്ക് കയറിയതാണ് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നിയത് അവിടെയാണ്.
രണ്ട് മനസ്സോടാണ് അതിനകത്തോട്ട് കയറുന്നത്, കാലെടുത്ത് വെക്കുന്നത് ആ എക്സ്ട്രീം ബാച്ചിലേക്ക്. എക്സ്ട്രീം ബാച്ച് ആയിട്ടല്ലായിരുന്നു അവിടെ വന്നത്, ഒരു ന്യൂ ബാച്ച് എന്നുള്ള രീതിയിലാണ് അവിടെ വന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എക്സ്ട്രീം ബാച്ചിലോട്ട് കയറേണ്ട സാഹചര്യം വന്നു. അങ്ങനെ കയറി അവിടെ മറ്റേ യദുചേട്ടനും പിന്നെ അതുപോലെ തന്നെ ശ്യാം സാറും നല്ലപോലൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അവരുടെയും കൂടെ ഒരു ഫലമാണ് സത്യത്തിൽ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അത്രത്തോളം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഹാർഡ് വർക്ക്. റാങ്ക് ലിസ്റ്റിൽ ആദ്യമായിട്ട് പേര് വന്നപ്പോഴത്തേക്കും അത് ആദ്യം അറിഞ്ഞത് എങ്ങനെയാ നീ അറിഞ്ഞേ? അതാദ്യം നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലിസ്റ്റ്, ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് എല്ലാരും നോക്കണം എന്ന് ഇങ്ങനെ ഇബ്രാഹിം സാർ പറയുന്ന അപ്പോഴാണ്. അപ്പൊ ആ ടൈമിലാണ് നോക്കുന്നത്. സത്യത്തിൽ നോക്കിയത് ഞാനല്ല, ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ സമയത്ത് നല്ലതുപോലൊക്കെ നല്ല വിഷമവും സങ്കടവും എല്ലാം സന്തോഷം എല്ലാം ഒരുമിച്ച് വന്നൊരു സമയമായിരുന്നു. ഒരുപാട് കരഞ്ഞു ഞാൻ ആ സമയത്ത്. കാരണം ഒരുപാട് നാളുകൊണ്ട്, ഒരു 4 കൊല്ലം കൊണ്ടേ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു. എന്റെ ഫ്രണ്ടാണ് അത് നോക്കി, സച്ചിൻ, അവനാണ് അത് നോക്കി പറഞ്ഞത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും ദേവിക എന്ന് പറയുന്നൊരു ഫ്രണ്ടും കൂടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം എന്റെ കൂടെ തന്നെ ആളും ഈ ഒരു ഇതിൽ നിക്കണം എന്ന് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ അടുത്ത ഇതിലും ആള് വരുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതിനും അതിനുവേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അത് നിങ്ങള് തുടങ്ങിയാല് നിങ്ങൾ ഇവിടെ ജോലിയോട് കൂടി അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ ആ മൈൻഡ് വേണം അല്ലെ, ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോകരുത്. നമ്മൾ CSV മേഖല പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ടതായിട്ട് വരും. ഒന്നേന്ന് കിണർ കുഴിച്ച് തുടങ്ങുന്ന പോലെ തന്നെ പിന്നെയും തുടങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിട്ടുപോകാതിരിക്കുക, ആ ഒരു സ്ട്രീക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അതേപോലെ നമ്മൾ റാങ്ക് ലിസ്റ്റ് പേര് വന്ന് ഒരു ആദ്യം വിളിച്ചു പറഞ്ഞ ആരെയാ? ആദ്യം പറയുന്നത് ബ്രദറിനോട് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണറിനോടും പറഞ്ഞു. കാരണം അവർ രണ്ടുമാണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതെ, ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലാതെ എല്ലാം അവർ രണ്ടുപേരാണ്. കാരണം അന്ന് വരെ ട്യൂഷൻ എടുക്കുന്നുള്ള ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് അവർ രണ്ടുപേരും കൂടാണ് തന്നത്. പിന്നീട് വീട്ടിൽ ചെന്ന് ഡയറക്റ്റ് ആണ് അമ്മയോട് പറയുന്നത്. അതുവരെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ അന്ന് ഇതുപോലെ വൈകിട്ട് ട്രെയിൻ കയറി വീട്ടിൽ ചെന്ന് അമ്മയോട് ഡയറക്റ്റ് പറയാണ് ചെയ്തത്. അമ്മയ്ക്ക് സന്തോഷമായി. കാരണം ഇത്രയും നാളുകൊണ്ട് 6 മാസം സമയം വീട്ടിൽ ചോദിച്ചിട്ടാണ്, നിർബന്ധം പിടിച്ചാണ്, ഞാനായിട്ടാണ് സഹകാരിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ചോദിച്ചു വാങ്ങിയതാണ് 6 മാസം അല്ലേ? 6 മാസം എനിക്ക് തന്നേരാന്ന് പറഞ്ഞു. ബാക്കി അമ്മ പറയുന്ന രീതിയിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പോകാം. പുറത്തോട്ട് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം 1 ഇയർ മെഡിക്കൽ ഫീൽഡിൽ നിന്നത് കൊണ്ട് അപ്പം വീട്ടിലും പ്രഷർ ഉണ്ടായിരുന്നു, പുറത്തോട്ട് പോകണം, ഈ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനായിട്ട് അങ്ങോട്ട് ഒരു 6 മാസം ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു 6 മാസം സമയം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ വിശ്വാസം കാത്ത മോളാണ്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പറഞ്ഞ 6 മാസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ അമ്മയുടെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതൊരു വണ്ടർഫുൾ മൊമെന്റ് ആണ് മോളെ. അമ്മയ്ക്കും കുടുംബത്തിനും ഒക്കെ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൊമെന്റ് ആണ്. പ്രത്യേകിച്ച് സഹകാരിക്കും നമ്മളും ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്ത് വിജയിച്ച ഒരാളാണ് വിനീത എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം വരുമ്പോൾ തന്നെ വിട്ടുപോകുന്ന കുട്ടികളോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണും. പക്ഷേ എന്ന് വെച്ചാല് അതൊക്കെ ഒരു ചെറിയ നിമിഷത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈഫ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ശ്രമം ഉപേക്ഷിക്കരുത്. കാരണം എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റിയെന്ന് വെച്ചാൽ പണ്ട് ഞാൻ കുറച്ച് GK കാര്യങ്ങളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പീരീഡ് ആയപ്പോ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കും ചെയ്തു, ഇതൊക്കെ ഞാൻ പണ്ട് പഠിച്ചത് എന്തിനാ, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഒരു ഗുണവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ CSEB വന്നു. CSEB വന്നപ്പോൾ എല്ലാവർക്കും ഒരേപോലൊക്കെ പാടുള്ള ഒരു സബ്ജക്ട് GK ആണ്. പക്ഷെ എനിക്ക് പണ്ട് പഠിച്ച ആ GK എനിക്ക് ഈ ഒരു ജോലി കിട്ടുന്നതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എത്ര മുന്നേ കഷ്ടപ്പെട്ടാലും അതിനൊരു വില എന്തെങ്കിലും ഉണ്ടാവും. ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളല്ല നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഞാനത് പണ്ട് കുഞ്ഞുനാളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന GK ഒക്കെ ആയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിക്കും ഇതൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് എന്തിനാ, ഇതൊന്നും വലുതായാലും ഒന്നും പ്രയോജനം ഇല്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അപ്പോഴാണ് പിന്നെ ഈ ഒരു ജോലി കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ GK അന്ന് പഠിച്ച GK ആണ്, ഞാൻ ഇപ്പൊ പഠിക്കുന്നതായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ പണ്ടത്തെ കാര്യങ്ങളായിരുന്നു കൂടുതലും GKക്കകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഈ ആ ഒരു എക്സാമിന് ഞാൻ പാസ്സായ എക്സാമിന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പൊതുവെ എല്ലാവർക്കും GK പാടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എളുപ്പം GK ആയിരുന്നു. എനിക്ക് മാർക്ക് ഒരു 7-8 GKക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
സബ്ജക്റ്റിന് ഇച്ചിരി കുറഞ്ഞാലും നോൺ സബ്ജക്റ്റിന് കയറി വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് പഠിക്കണം. ഒരു തവണ പഠിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുപരി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കണം. പിന്നെ പഠിക്കുന്ന സമയം അത് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള സമയം നമ്മൾ തിരഞ്ഞെടുത്ത് വേണം പഠിക്കാന്. കുറച്ച് ടൈം ഞാൻ കറക്റ്റ് പറയുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു മാസം നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി മാസം വർക്ക് ചെയ്തിട്ടില്ല എന്നല്ല, വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മാസമാണ് കറക്റ്റ് എക്സാമിന് മുന്നേ ഉള്ള ഒരു മാസമാണ് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തത്. ഉറക്കൊഴിച്ചൊക്കെ പഠിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് പ്രയോജനപ്പെട്ടു. അപ്പം എല്ലാവരും പഠിക്കുന്നത് നല്ല ക്വാളിറ്റി ടൈം തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കണം. എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങളെ പോലെ സാധാരണപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്കിതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെന്നായിരുന്നു ഞാൻ ഇവിടെ ഇത് കിട്ടുന്നിടം വരെ ഞാനും വിചാരിച്ചത്. എല്ലാരെയും പോലെ 100 കണക്കിന് PSC എഴുതുന്ന അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആളുകളെ പോലുള്ള ഒരാളാണ് ഞാനും എന്നേ വിചാരിച്ചുള്ളൂ. ഓരോരുത്തർ വന്ന് മോട്ടിവേഷൻ തരുമ്പോഴും ആ സമയത്ത് ഇച്ചിരി ഒന്ന് മോട്ടിവേറ്റ് ആവും, വീണ്ടും അങ്ങ് തണുത്തു പോകും. അങ്ങനെ ആയ ഒരാളാണ് ഞാനും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും, ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്ത് ഇതായാലും നേടിയെടുക്കാൻ പറ്റും. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ് വിനീതോടൊപ്പം. നന്ദി.